ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലേക്ക്, അതായത് ജോബിയാൻ്റെ ബർത്ത്ഡേ ആണ് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ആൾക്ക് ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാട്ടെ ഞാൻ. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ മോനായാലും മോൾക്കായാലും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയ. അപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ച കൊക്കോ പൗഡർ ലൈറ്റ് കളറായ കാരണം എനിക്കിത് ഡാർക്ക് കളർ കിട്ടിയില്ല. അപ്പോൾ പിന്നെ സാരമില്ല എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഞാനിതിങ്ങനെ ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനത് ലെയറായിട്ട് കട്ട് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് വേഗം ക്രീം തേക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ചൂടുള്ളപ്പോൾ നമ്മളിത് ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് പോരും. അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിട്ട് വേണം ചൂടുള്ള സമയത്ത് ലെയർ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ടാണ് 3 ലെയർ കട്ട് ചെയ്ത് ഫാൻ്റെ ചോള വെച്ചത് കേട്ടോ. അപ്പോൾ വേഗം ചൂടാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്രീം തേക്കാൻ വെച്ചു കേട്ടോ. ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എനിക്കൊരു ഓർഡർ വന്നിട്ട് ബാക്കി ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ വേറെ ഗണേഷ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൽ ഞാൻ ചോക്ലേറ്റ് ഗണേഷ് മുഴുവനായിട്ടും, അതായത് ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിന് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണേഷ് ഒഴിക്കും. പക്ഷെ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചതും കൂടെ ആണെങ്കിൽ നമുക്ക് വല്ല വൈറ്റ് ഫോറസ്റ്റാ അതുപോലെ വേറെ ഏതെങ്കിലും കേക്ക് വരുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അത് നമ്മളിങ്ങനെ ഓരോ ലെയറുകളിൽ വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ അതിൽ കുറേശ്ശെ ഗണേഷ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നട്ട്സ് എന്ന് പറയുന്നത് കാരമൽ ചെയ്ത നട്ട്സും ചോക്കോ ചിപ്സില്ല അത്, പിന്നെ ചോക്ലേറ്റ് ഗണേഷ്, അതൊക്കെയാണ് ഇതിൻ്റെ ലെയറുകളിൽ വെച്ചാട്ടാ. എന്നിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറിയിട്ട് വേണം നമ്മൾ ക്രീം തേക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്ടോടെ കൂടി തേച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ ഈ കേക്ക് ഭയങ്കര കട്ടി പോലെ ആയിരിക്കും. അതുകൊണ്ടില്ലാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ എനിക്കിതുമ്പോൾ എന്താണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്രം കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഞാൻ നോക്കാം ആലോചിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ഒരു 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇതിനെന്താണ് ഇനി ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഞാനതിലൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ക്രം കോട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ക്രീം തേച്ചു. അപ്പോഴും ഞാൻ വൈറ്റ് ക്രീം തന്നെയാണ് ഇതിന് ഫിനിഷിങ് ചെയ്യണം കേട്ടോ. വേറെ ഡിസൈൻ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഡിസൈൻ ഓർമ്മ വന്നു കേട്ടോ. സിമ്പിൾ ഡിസൈനാണ്, അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഫിനിഷിങ് ചെയ്യണം, അതായത് നമ്മുടെ സ്പഞ്ചൊന്നും കാണാത്ത രീതിയിൽ നന്നായി ഫിനിഷിങ് ചെയ്ത് എടുക്കണം. എന്നാലാണ് പിന്നത്തെ ആ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളത് മുഴുവൻ എടുത്തിട്ട്, അതായത് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഫിനിഷിങ് ചെയ്യാട്ടോ. പിന്നെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 കിലോൻ്റെ കേക്കൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി ഹോം മെയ്ഡ് കേക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് 1 കിലോൻ്റെ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി പിടിച്ച് വരുമ്പോൾ 1.300 1.4 അങ്ങനെയൊക്കെ വരും കേട്ടോ. പക്ഷെ നമ്മൾ ആ 1 കിലോൻ്റെ കേക്ക് എന്ന് പറഞ്ഞ ഓർഡർ ആയിട്ട് പറഞ്ഞു ആൾക്കാർ വരുമ്പോൾ നമ്മൾ 1.4 1.300 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് അത് പറഞ്ഞ് നമുക്ക് കാശ് മേടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ നല്ല ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ എല്ലാ അതിനുള്ളിൽ ഇങ്ങനെ ലെയറുകളിൽ ഫില്ലിങ് ഒക്കെ നല്ല ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും, ഓർഡറുകളും പിന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം ഫിനിഷിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മഞ്ഞ കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ കേക്കിന്. അപ്പോൾ മഞ്ഞ കളറ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു മുഴുവൻ വിപ്പിംഗ് ക്രീമിലും മഞ്ഞ കളറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി മഞ്ഞ കളറ് വിപ്പിംഗ് ക്രീം നമുക്ക് ബാക്കി വരില്ല. അത് പിന്നെ നമ്മൾ വേറൊരു കേക്കിന് നമുക്ക് ചിലപ്പോൾ അതെടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തു. ആ വിപ്പിംഗ് ക്രീമിലേക്ക് എൻ്റെ കയ്യിലുള്ള മഞ്ഞ കളറ് ലിക്വിഡാണ്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ ഒലിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒഴിക്കുക. എന്നിട്ട് ഞാൻ അതിൽ തന്നെ മിക്സ് ചെയ്ത്, അപ്പോൾ ഞാൻ നോക്കിയാൽ ഞാൻ എടുത്തത് ആകെ കുറച്ചുള്ളൂ. എന്നിട്ട് ഞാനത് സ്പാച്ചില എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേശ്ശെ തോണ്ടി കൊടുത്തു. മുഴുവനായിട്ടില്ല, കുറേശ്ശെ അങ്ങോട്ട് തോണ്ടി കൊടുത്തിട്ട് പിന്നെ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു. കണ്ട നല്ല ഭംഗിയിൽ അതൊരു ഡിസൈനായിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് മുകളിലും അതുപോലെ തന്നെ
ഒന്ന് ഡിസൈനാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. എന്നാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്ക് ഓർഡർ വരുമ്പോൾ എന്താ ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ലാഭം കിട്ടും, പെട്ടെന്ന് നമ്മുടെ കേക്കിൻ്റെ പണിയും കഴിയും കേട്ടോ. അതുപോലെ ഞാൻ ഈ ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രീമൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുട്ടാ. കണ്ട, ഇങ്ങനെ സിമ്പിൾ ഡിസൈനാണ് വെച്ചത്. പിന്നെ ഞാനത് ചോക്ലേറ്റ് ഗണേഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് എഴുതി. ഞാനല്ല കേട്ടോ, മോളാണ് കേട്ടോ എഴുതിയത്. ചോക്ലേറ്റ് ഗണേഷ് കൊണ്ട് പേര് എഴുതാൻ നല്ല സുഖമാണ്, നല്ല എളുപ്പമാണ്. അധികം തിക്കും പാടില്ല, ലൂസും പാടില്ല. ലൂസായി ഗണേഷ് ഇത്തിരി ലൂസാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മതി. തിക്കാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരുട്ടുമ്പോൾ ചൂട് തട്ടിയിട്ടൊന്ന് മെൽറ്റാവും. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഹാർട്ട് ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എഴുതിയിട്ട് വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഈ കേക്ക് ഞാൻ രാത്രി ഒരു 12:30 ആയി. കാരണം 9 മണിക്കാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ 12:30 ആകുമ്പോഴേക്കും പണികളൊക്കെ കേക്കിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ടാണ് ഈ കേക്ക് മുറിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.